വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബാർസ വേഴ്സസ് ഫ്രാങ്ക്ഫർട്ട് മാച്ചിനെ കുറിച്ചാണ്. ഫ്രാങ്ക്ഫർട്ടിനായിട്ട് നമുക്ക് ചെറിയൊരു ഹിസ്റ്ററി ഉണ്ട്. നമ്മൾ ഇതിനു മുമ്പ് യൂറോപ്പ ലീഗിൻ്റെ സെമിയോ ക്വാർട്ടർ എങ്ങാനും കളിച്ചപ്പം അവിടെ വന്ന് നമ്മളെ തോൽപ്പിച്ചു പോയിട്ടുള്ളൊരു ടീമാണ് ഫ്രാങ്ക്ഫർട്ട്. ഓക്കെ, ക്യാംനോയിൽ വന്നിട്ട് തന്നെയാണ് അവരന്ന് നമ്മളെ തോൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ നാട്ടിക്കേസൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സീസണിലേക്ക് വരുന്നു. ബാർസ UCL ഒന്നും അത്ര നല്ല രൂപത്തിലല്ല നിൽക്കുന്നത്. ഇതിനു മുമ്പ് 18ാം സ്ഥാനത്തെങ്ങാനും ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു മാച്ചിന് ശേഷം നമ്മൾ 14ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം മാച്ച് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാംനോയിലാണ്. അപ്പോൾ മാച്ച് തുടങ്ങുന്നു. തുടക്കം മുതലേ ബാർസ അത്യാവശ്യം നല്ല രീതിക്ക് പൊസിഷനൊക്കെ കീപ്പ് ചെയ്തിട്ട് ഓപ്പണന്റ് ബോക്സിൽ തന്നെ ബോൾ ഇങ്ങനെ നിർത്തുന്നുണ്ടായിരുന്നു. അതായത് അവർ പ്രോപ്പർ ലോ ബ്ലോക്ക് പ്ലസ് കൗണ്ടറാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അത് അവർ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാർസയ്ക്ക് ഈ ലോ ബ്ലോക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ ബോൾ ഇങ്ങനെ നിരന്തരം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരുടെ പ്രസ് ഭയങ്കര ഇൻറ്റൻസായി. അവർ കൗണ്ടർ അറ്റാക്കുകൾ കൂടുതൽ നടത്താൻ വേണ്ടി തുടങ്ങി. ചിലതൊക്കെ ഓഫ് സൈഡ് ട്രാപ്പിൽ വീണെങ്കിലും അവർ ഒരു ഗോൾ അടിച്ചു. സൂപ്പർ ഗോളായിരുന്നു. ഒരു നല്ല അസിസ്റ്റാണ് വന്നത്. ആ ബോൾ വേണമെങ്കിൽ സേവ് ചെയ്യാൻ ജെറാർഡ് മാർട്ടിന് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് പറ്റിയില്ല. പിന്നീട് ബാൾഡേക്ക് അതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പ്രോപ്പറായിട്ട് തന്നെ അവർ സ്കോർ ചെയ്തു. നല്ലൊരു ഗോളായിരുന്നു അത്. ഓക്കെ, ഒരു പ്രോപ്പർ ട്രാൻസിഷൻ ഗോളാണ്. പ്രോപ്പറായിട്ട് ഓഫ് സൈഡ് ട്രാപ്പ് ബ്രേക്ക് ചെയ്യുന്ന ഒരു ഗോളാണ് നമ്മളവിടെ കണ്ടത്. വെൽ എക്സിക്യൂട്ടഡ്. പിന്നീട് ബാഴ്സ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഒരുപാട് ട്രൈ ചെയ്യുന്നു. ഒരുപാട് ട്രൈ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോക്സിൽ അവിടെ പോകുന്നു, ക്രോസ് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നു, പാസ് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നു. അവരുടെ ഡിഫൻസ്, എസ്പെഷ്യലി അവരുടെ ക്രിസ്ത്യൻസൺ എന്നൊക്കെ പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. പിന്നെ കോച്ച് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, റോബിൻ കോച്ച്. പിന്നെ ചിലരുടെ പേരൊന്നും എനിക്ക് വായിൽ കിട്ടുന്നില്ല, അതാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ഡിഫൻസിൽ എല്ലാ പ്ലേയേഴ്സും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. നമുക്ക് ഡിഫൻസ് ഒട്ടും ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. നമ്മൾ കുറേ ഷോട്ടൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പ്രോപ്പർ ഒരു XGയിൽ ഒരു 0.5 മുകളിൽ അല്ലെങ്കിൽ ഒരു 0.75 മുകളിലോ ഒക്കെ കിടക്കുന്ന ഒരു ചാൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഒരു പ്രോപ്പർ ചാൻസ്, ഒരു ഓപ്പൺ ചാൻസ് നമുക്ക് പലപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അതാണ് പ്രശ്നം. അതിൻ്റെ ഇടയിൽ നമ്മളൊരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു ഓഫ് സൈഡ് ഗോളായിരുന്നു. എനിവേ അത് നല്ലൊരു ഗോളായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ 1-0 നമ്മൾ പിന്നിൽ നിന്നുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് അറിയാലോ, ഈ നല്ല ഇൻറ്റൻസ് ആയിട്ട് ഫ്രാങ്ക്ഫർട്ട് കളിച്ചുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് അവന്മാർ കുറച്ച് ടയേർഡാവും. അപ്പം അത് നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ആയി മാറിയിട്ടുണ്ട്. അറിയാലോ, ബാഴ്സയ്ക്ക് ഇതിന് നല്ല ഇൻറ്റൻസ് ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ടയേർഡാവും. പിന്നെ പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് അവിടെ ഹാൻസി ഫ്ലിക്ക് കൊണ്ടുവന്നത്. ഓക്കെ, ലെഫ്റ്റ് വിങ്ങിലേക്ക് ആരെയാണ് കൊണ്ടുവരുന്നത്? ലെഫ്റ്റ് വിങ്ങിലേക്ക് കൊണ്ടുവരുന്നത് റാഷ്ഫോർഡിനെയാണ്. ഫെർമിനെ പിൻവലിച്ച് നമ്പർ 10ലേക്ക് റാഫീനെ ഇട്ടിട്ട് ലെഫ്റ്റ് വിങ്ങിൽ നമ്മുടെ റാഷ്ഫോർഡിനെ കൊണ്ടുവന്നു. റാഷ്ഫോർഡ് വന്ന് 10-15 മിനിറ്റിനകം റാഷ്ഫോർഡ് ഒരു കിഡിലൻ അസിസ്റ്റ് കൊടുത്തു. ഓക്കെ, സൂപ്പർ ബോളായിരുന്നു കൂണ്ടക്ക് കൊടുത്തത്. പിൻ പോയിന്റ് സാധനമായിരുന്നു കൂണ്ടക്ക് കൊടുത്തത്. കൂണ്ട അത് സ്കോർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലമീൻ്റെ ഒരു ബോള് കൂണ്ടയിലേക്ക്, സെയിം കൈൻഡ് ഓഫ് ബോൾ, അത് കൂണ്ട സ്കോർ ചെയ്തു. അങ്ങനെ 2-1 നമ്മൾ ജയിച്ചത്. അപ്പം ഗെയിം മാനേജ്മെൻറ്റിൽ എനിക്ക് ഒരു കുറ്റം പറയാനില്ല. പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത ഒരു ഗെയിമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മിഡ്ഫീൽഡിൽ എറിക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്, മോശം പറയാനില്ല. പക്ഷെ എനിക്ക് ടോട്ടൽ പെർഫോമൻസ് നോക്കുമ്പോൾ ഒട്ടും കൺവിൻസിങ് ആയിട്ട് തോന്നില്ല. ഇപ്പം നമ്മൾ ലോ ബ്ലോക്കിനെതിരെ വീണ്ടും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു. ഓക്കെ, അതൊരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. ഇപ്പം ഈ ടീമിനെതിരെ ആ ഒരു സ്കോർ ചെയ്ത് 1-2 ചാൻസുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതൊരു പ്രശ്നമാണ്. പിന്നെ ലെവൻഡോസ്കിക്ക് നന്നായിട്ട് കളിക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ പലപ്പോഴും ഈ യമാലിനൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് പകരം എന്ത് സൊല്യൂഷൻ നമ്മൾ വെക്കും, അതിലൊരു ഡൗട്ട് ഉണ്ട്. അപ്പം യമാലിനെ എപ്പോഴും ഫ്രീ ആക്കി വിടാനുള്ളൊരു പണി നമ്മൾ ചെയ്യണം. സംഭവം നമ്മളത് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെന്താ പറയുക, പിന്നെ റഫീഞ്ഞൊക്കെ നല്ല ട്രൈ ചെയ്തെങ്കിൽ പോലും പെർഫോമൻസ് ഒരു ലെവലിന് മുകളിലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പേഴ്സണലി എനിക്ക് അത്ര കൺവിൻസിങ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ല ബോൾസ് പെഡ്രി വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 ഗോളൊക്കെ കൂണ്ട അടിച്ചു. പക്ഷേ ആസ് എ വിങ് ബാക്ക് എന്നുള്ള രീതിയിൽ കൂണ്ടൻ്റെ പെർഫോമൻസ് ഒട്ടും കൺവിൻസിങ് അല്ല. ആ ഗോൾ അടിക്കുന്നതിന് മുമ്പ് തന്നെ ആള് ഭയങ്കര കോസ്റ്റ്ലി ആവുന്ന ഒരു മിസ്സൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പം നിരന്തരം മിസ് പാസും മിസ് ക്ലിയറൻസും
എല്ലാം കൂണ്ടൊക്കെ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ബാൾഡൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് എന്താണെന്ന് അറിയാം, പക്ഷെ അതിൻ്റെ 7 അയലത്ത് പോലും ബാൾഡൻ്റെ കളി നമ്മൾ കാണുന്നില്ല. ഓക്കെ, ഇപ്പം ശരിക്കും ഈ ലെഫ്റ്റ് ബാക്കായിട്ട് പലപ്പോഴും ജെറാർഡ് മാർട്ടിൻ ബാൾഡനേക്കാൾ ബെറ്റർ ബോൾസ് പ്രൊവൈഡ് ചെയ്യും. ഐ മീൻ ഡെലിവറിൻ്റെ കാര്യത്തിൽ ജെറാർഡ് മാർട്ടിനാണ് ബെറ്റർ പലപ്പോഴും. പിന്നെ സെൻട്രൽ ബാക്ക് ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് അവിടെ ആ എൽസീബോ റോളിൽ ജെറാർഡ് മാർട്ടിൻ ഒരു സുപ്പീരിയർ പ്ലെയറായി മാറിക്കഴിഞ്ഞു. അവിടേക്ക് ഇനി അറോഹാനൊപ്പം കൊടുന്ന് ഇടാൻ വേണ്ടി പറ്റൂല, കാരണം ജെറാർഡ് മാർട്ടിൻ സുപ്പീരിയർ ആയി. അപ്പം നമ്മൾ സീനിയർ പ്ലെയേഴ്സ് കുറച്ച് ഭയങ്കര സീനിയർ ഒന്നുമല്ല, എന്നാലും കുറച്ച് ടീമിൽ എക്സ്പീരിയൻസ് ഉള്ള പ്ലെയേഴ്സ് ഡൗൺ ആവുകയും പിന്നെ ഈ ജൂനിയർ പ്ലെയേഴ്സ് അപ്പ് ആവുകയും ചെയ്തു. ദാറ്റ്സ് എ ഗുഡ് സൈൻ. പക്ഷേ ഈ സീനിയർ പ്ലെയേഴ്സ് ഒട്ടും ആ ലെവലിലേക്ക് എത്താത്തത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് സൈൻ. ഓക്കെ, സീനിയർ പ്ലെയേഴ്സ് എപ്പോഴും ഒരു ലെവൽ കാണിക്കണം. ബാൾഡൊക്കെ ആണെങ്കിൽ തന്നെ ബാൾഡനൊക്കെ നമ്മൾ എവിടെ റേറ്റ് ചെയ്യുന്നതെന്ന് അറിയാലോ. സോ ആ ലെവൽ ഓഫ് പെർഫോമൻസ് ബാൾഡൻ്റെ അടുത്ത് നിന്നൊക്കെ കിട്ടണം. അത് കിട്ടാത്തതിൽ ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണെന്ന് പറയാം. പിന്നെ റാഷ്ഫോർഡ് ഒക്കെ വന്നിട്ട് നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. റഫീഞ്ഞൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, യമാൽ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അറിയാലോ ലോ ബ്ലോക്കിനെതിരെ കുറച്ച് പാടാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ വേണമെങ്കിൽ നമുക്ക് ഇവനെ കൊണ്ടുവരായിരുന്നു. അതായത് യമാലിന് പകരം കുറെ കൂടെ നേരത്തെ വേണമെങ്കിൽ നമ്മുടെ റോണി ബർദാജിനെ കൊണ്ടുവരായിരുന്നു. പിന്നെ എനിക്ക് വേണം തോന്നിയ വേറെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് തന്നെ ലെവൻഡോസ്കിനെ മാറ്റിയിട്ട് ഫെറാനെ കൊണ്ടുവരായിരുന്നു. ഫെറാൻ ലുക്ക് ഷാർപ്പ് അല്ലേ. ഇവൻ എന്തോ ആൾ ഗോൾ അടിച്ചില്ലെങ്കിൽ പോലും ആളുടെ ടച്ചസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആരുടെ എംബാപ്പേ അങ്ങനെയാണ് നമുക്ക് ഇടക്ക് തോന്നി പോവാ. ഇടക്ക് ഈ ലോകത്ത് ഈ ചങ്ങായിനേക്കാളും ബെസ്റ്റ് വേറെ സ്ട്രൈക്കർ ഉണ്ടാവില്ല, ഇടയ്ക്ക് ഇയാളെക്കാളും വേഴ്സ് സ്ട്രൈക്കർ വേറെ ഉണ്ടാവില്ല. ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ഫെറാൻ. എനിവേ ആൾ ടീമിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവൻ എന്തോ ആൾ മിസ്റ്റേക്ക് വരുത്തുന്നു ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ആൾ ടീമിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഫെറാൻ്റെ ചില അറ്റംപ്റ്റ്സ് ഒക്കെ ഭയങ്കര എന്താ പറയുക ചെറിയ വ്യത്യാസത്തിനാണ് പോയിട്ടുള്ളത്. അതേസമയം നമ്മൾ ഫ്രാങ്ക്ഫർട്ടിന് ഒരുപാട് അപ്രിസിയേഷൻ കൊടുക്കണം. അവർ നല്ല ഫൈറ്റാണ് കൊടുത്തത്. അവർക്ക് ഒരുപാട് നല്ല ചാൻസ് കിട്ടി. നമുക്ക് കിട്ടിയതിനേക്കാളും എത്രയോ നല്ല ചാൻസുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്, എത്രയോ നല്ല ചാൻസുകൾ. എനിക്ക് തോന്നുന്ന സ്കോർ ചെയ്തല്ലാതെ നമ്മൾ മിസ് ചെയ്തൊരു ഓപ്പൺ ചാൻസ് എന്ന് പറയുന്നത് റാഷ്ഫോർഡിന് കിട്ടിയ ചാൻസാണ്. പക്ഷെ അവർക്ക് അങ്ങനെയല്ല, അവർക്ക് ഒരുപാട് നല്ല ചാൻസുകൾ കിട്ടിയിട്ടുണ്ട്. അവിടെ ജോൺ ഗാർഷ്യനെ എടുത്ത് പറയണം, ജോൺ ഗാർഷ്യൻ നന്നായിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. അല്ല സോറി, ഗോൾ കീപ്പിങ്ങിലുള്ള പണി എടുത്തിട്ടുണ്ട്. ആൾ ചില ക്രൂഷ്യൽ സേവുകൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ജെറാർഡ് മാർട്ടിൻ്റെ ഒരു സൂപ്പർ ഷോട്ട് ഉണ്ടായിരുന്നു, അത് അവരുടെ ഗോൾ കീപ്പർ സേവ് ചെയ്തു. കിടിലൻ ഷോട്ടായിരുന്നു കേട്ടോ അത്. പിന്നെ എടുത്തു പറയേണ്ടത് അവരുടെ ഷോട്ട് ക്രോസ് ബാറിലൊക്കെ തട്ടിപ്പോകുന്നൊരു ഭാഗ്യമാണത്. ഓക്കെ, അപ്പോൾ അവർക്ക് ഒരുപാട് ചാൻസ് കിട്ടി, പലതും അവർ മുതലാക്കിയില്ല എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അവരത്തെ ഒരു മുടിയൻ പ്ലെയർ ഉണ്ട്, പേര് ഞാൻ മറന്നുപോയി. ആ പ്ലെയർക്ക് ഓപ്പൺ ചാൻസ് മാച്ച് ഈക്വലൈസ് ചെയ്യാൻ 2-2 ആക്കാനുള്ള കിട്ടുന്നുണ്ട്, പക്ഷെ അവരത് മുതലെടുത്തില്ല. അപ്പം നമ്മൾ കൂടുതൽ ചാൻസ് കൺസീഡ് ചെയ്യുന്നു, നമ്മൾ കുറച്ച് ചാൻസ് മാത്രമേ ലോ ബ്ലോക്കിനെതിരെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ദിസ് ഈസ് എ പ്രോബ്ലം. ഓക്കെ, ഇതാണ് നമുക്ക് ടാക്കിൾ ചെയ്യാനുള്ളൊരു പ്രോബ്ലം. അപ്പോൾ അതെങ്ങനെ ടാക്കിൾ ചെയ്യുന്നൊക്കെ ഉള്ളത് കണ്ടറിയാം. അപ്പോൾ ജനുവരിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു എൽസീബിനൊക്കെ കൊണ്ടുവരാം, കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എൽസീബിനൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക, അത് ചെയ്യണം. പിന്നെ മിഡ്ഫീൽഡിൽ എറിക്കിനെ എങ്ങനെ യൂസ് ചെയ്യാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ, ഈവൻ ഫ്രാങ്ക്ഫർട്ട് മാച്ചിൽ വരെ നമ്മൾ യൂസ് ചെയ്യുന്നത് എറിക്കിനാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ബാക്കിനെ നമ്മൾ വേറെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതുണ്ട്. അപ്പം പിന്നെ അങ്ങനെ കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ട് ടീമിൽ. സോ അതിൽ എന്തെങ്കിലുമൊക്കെ ജനുവരിയിൽ നടക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ സമ്മറിലേക്ക് വരുമ്പോൾ സ്ട്രൈക്കറെ മേടിക്കാനുണ്ട്, അത് വേറെ വിഷയം. എനിവേ നമ്മളിങ്ങനെ ഇങ്ങനെ ജയിച്ചു. ഓക്കെ, തട്ടിമുട്ടി ജയിച്ചു. പെർഫോമൻസ് ഒന്നും ഭയങ്കര കൺവിൻസിങ് ഒന്നുമില്ല, പക്ഷെ ആ 3 പോയിന്റിൻ്റെ വാല്യൂ വളരെ വലുതാണ്. ഓക്കെ, 3 പോയിന്റ് വാല്യൂ ഭയങ്കര വലുതാണ്. നമ്മളിപ്പോൾ UCL 14ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ആ ടോപ്പ് 8 എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കിട്ടലായിരിക്കും. പക്ഷെ അതിന് ചാൻസ് കാണുന്നില്ല, ചാൻസ് കുറവാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ടീമിൽ എനിക്ക് തോന്നുന്നു പെഡ്രിയും എറിക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് കളിച്ചു എന്നാണ്. ഡിഫെൻസീവ്ലി ഒക്കെ ആണെങ്കിൽ തന്നെ എനിക്ക് നന്നായിട്ട് കളിച്ചു എന്നാണ് തോന്നിയത്. സോ എനിക്ക് തോന്നുന്നു ഗ്രൗണ്ടിൽ നമുക്ക് വേണ്ടി അത്യാവശ്യം നന്നായിട്ട് കളിച്ചൊരു പ്ലെയർ എറിക്കായിട്ട് തോന്നുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. പിന്നെ കുബാർസിയൊക്കെ കുഴപ്പമില്ലാതെ കളിച്ചു കേട്ടോ. നമ്മൾ 2-1 നിന്നെങ്കിൽ അതിൽ കുബാർസിൻ്റെ ഒക്കെ പങ്കുണ്ട്. പൊതുവേ നമ്മൾ ഒന്നും കൂടുതൽ കൺസിഡർ ചെയ്യേണ്ടതാണ് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സൈഡിനൊക്കെ എതിരെ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.